റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിയിൽ നിന്ന് പിടിച്ചെടുത്ത പുലിപ്പല്ല് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാൻ വനംവകുപ്പ്. വേടനെ പുലിപ്പല്ലിൽ രൂപമാറ്റം വരുത്തി മാലയുണ്ടാക്കി കൊടുത്ത തൃശൂരിലെ ജ്വല്ലറിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. എന്നാൽ വേടന് പുലിപ്പല്ല് നൽകിയ രഞ്ജിത്ത് കുമ്പിടിയുമായി ബന്ധപ്പെടാൻ വനംവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. യഥാർത്ഥ പുലിപ്പല്ലാണോ ഇതെന്ന് അറിയില്ലെന്നാണ് വേടന്റെ മൊഴി. എന്നാൽ വേടന്റെ മൊഴി വനംവകുപ്പ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. കേസിൽ വേടന്റെ അടുത്ത സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യും. വേടന്റെ ഇൻസ്റ്റാഗ്രാം ചാറ്റുകളും പരിശോധിക്കും. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, ശാസ്ത്രീയ പരിശോധനകൾ കൂടി നടത്തിക്കൊണ്ടുകൂടിയാണോ ഇത് യഥാർത്ഥ പുലിപ്പല്ലാണോ എന്ന് ഇനിയും തീരുമാനിക്കപ്പെടുക? ഈ പുലിപ്പല്ല് നൽകിയെന്ന് പറയുന്ന ആളുടെ ഒരു വെയർബൌട്ട്സും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലേ? അപർണ, ഈ പുലിപ്പല്ല് നൽകി എന്ന് പറയുന്നത് ശ്രീലങ്കൻ സ്വദേശിയായിട്ടുള്ള രഞ്ജിത്ത് കുമ്പിടി എന്ന് പറയുന്ന ആരാധകനാണ് എന്നാണ് റബ്ബർ വേടൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ചെന്നൈയിൽ നടന്ന ഒരു പരിപാടിക്കിടെ ഈ രഞ്ജിത്തും മറ്റൊരു സുഹൃത്തും കൂടി എത്തി സമ്മാനമായി നൽകുകയായിരുന്നു. അത് പുലിപ്പല്ലാണെന്ന് തനിക്ക് അറിയാമായിരുന്നില്ല, അല്ലെങ്കിൽ ഒറിജിനലാണോ എന്ന കാര്യത്തിലൊന്നും വ്യക്തതയുണ്ടായിരുന്നില്ല. പക്ഷെ അത് ആഭരണമായി ഉപയോഗിച്ചു. അത് തൃശ്ശൂരിലുള്ള ഒരു ജ്വല്ലറിയിൽ എത്തിച്ചാണ് അത് രാഗി ആഭരണത്തിന്റെ ഷേപ്പിലേക്കാക്കി, അത് ലോക്കറ്റിന്റെ ഒരു മാതൃകയിലാക്കിയ ശേഷമാണ് അത് ഉപയോഗിച്ചത്. അതുകൊണ്ട് ഈ ഫ്ലാറ്റിൽ നിന്നും തെളിവെടുപ്പിന് ശേഷം ഈ റാപ്പർ വേടനെ തൃശ്ശൂരിലെ ഈ ജ്വല്ലറിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. രാവിലെ കോടനാട് നിന്നുമാണ് ജ്വല്ലറിയിലേക്ക് എത്തിച്ചത്. അതിനുശേഷം തിരിച്ച് കോടനാടേക്ക് തന്നെ റബ്ബർ വേടനുമായി ഫോറസ്റ്റ് സംഘം പോയിട്ടുണ്ട്. എന്തായാലും ഈ അപർണ സൂചിപ്പിച്ചതുപോലെ ഈ UK-യിൽ കാലങ്ങളായി താമസിച്ചു വരുന്ന ആളാണ് രഞ്ജിത്ത് കുമ്പിടി എന്നാണ് ഫോറസ്റ്റിന് മനസ്സിലായി വരുന്ന ഒരു സാഹചര്യം അതാണ്. പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പോലും ഇയാളുമായിട്ടുള്ള, അതായത് ഇയാൾ ആരാധകനാണ്, ഈ ഒരു സമ്മാനം തന്നത് മാത്രമേ തനിക്ക് അറിയുള്ളൂ. തനിക്ക് അയാളുമായി നേരിട്ട് കോണ്ടാക്ട് ഒന്നുമില്ല, ഇൻസ്റ്റഗ്രാമിൽ വഴിയിലാണ് ബന്ധമെന്നാണ് വേടൻ ഫോറസ്റ്റ് ഓഫീസർക്ക് വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ ഇൻസ്റ്റഗ്രാം ചാറ്റുകളിൽ കൂടുതൽ പരിശോധനയുണ്ടാകും. ഈ റാപ്പർ വേടന്റെ അടുത്ത സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി ഫോറസ്റ്റിന് അനുവദിക്കുന്ന കസ്റ്റഡി കാലാവധി അവസാനിക്കും. പെരുമ്പാവൂർ കോടതിയിൽ അതിനുശേഷം വേടനെ ഇന്ന് തന്നെ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഒരു പക്ഷേ കോടതി വീണ്ടും കസ്റ്റഡി അനുവദിക്കുകയാണെങ്കിൽ ഫോറസ്റ്റിന് കുറച്ചുകൂടി സമയം കിട്ടും. അതല്ല റിമാൻഡിലേക്ക് പോവുകയാണെങ്കിൽ നാളെ കോടതി അവധി ആയതുകൊണ്ട് മറ്റന്നാൾ, അതായത് മെയ് 2-ാം തീയതിയാണ് റബ്ബർ വേടന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുക. ഈ കാര്യത്തിൽ ഈ 2 കാര്യത്തിൽ, അതായത് ഒന്നിൽ വേടനെ കസ്റ്റഡിയിലേക്ക് വിടുകയാണോ അതോ റിമാൻഡിലേക്ക് വിടുകയാണോ എന്നുള്ളത് കോടതിയുടെ തീരുമാനമാണ്. അത് കോടതിയിൽ ഹാജരാക്കിയ ശേഷമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഇന്ന് വൈകുന്നേരം 5 മണിക്കുള്ളിൽ ഫോറസ്റ്റിന് അനുവദിച്ചിരിക്കുന്ന കസ്റ്റഡി കാലാവധി കഴിയുകയാണ്. അതിനുള്ളിൽ പറ്റുന്നത്ര തെളിവുകൾ ശേഖരിക്കാനുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ വനംവകുപ്പുള്ളത്. എന്തായാലും വേടനെതിരെ ചുമത്തിയിരിക്കുന്നത് ഹണ്ടിങ് ലോയാണ്. അതായത് വേട്ടയാടലിലൂടെ മൃഗത്തിന്റെ ശരീരഭാഗങ്ങൾ ആഭരണമായി അല്ലെങ്കിൽ കൈവശം വെച്ചു എന്നുള്ളതാണ് വേടനെതിരെയുള്ള കേസ്. അത് 3 വർഷം മുതൽ 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കേസുമാണ്. ആ ഒരു കേസാണ് ചുമത്തപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഈ രഞ്ജിത്ത് കുമ്പിടി എന്ന് പറയുന്ന ശ്രീലങ്കൻ സ്വദേശിയെ പറ്റിയുള്ള വിവരങ്ങൾ കിട്ടുകയോ അയാളാണ് ഇത് സമ്മാനമായി നൽകിയതെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയോ ചെയ്താൽ ഇത് കൈവശം വെച്ചു എന്നുള്ള ഒരു സാഹചര്യം കേസ് മാത്രമായിരിക്കും വേടന്റെ ഭാഗത്തേക്കുണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന വകുപ്പ് ഇളവ്, ഈ ചുമത്തിയിരിക്കുന്ന വകുപ്പിൽ ഇളവ് ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും വൈകുന്നേരം 5 മണിയോടുകൂടി കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതോടെ പെരുമ്പാവൂർ കോർട്ട് നമ്പർ 4-ലാണ് വേടനെ ഹാജരാക്കുന്നത്. അതിനുശേഷം കോടതി തീരുമാനിക്കുന്നതനുസരിച്ചായിരിക്കും കസ്റ്റഡി കാലാവധി തുടരണോ അതോ റിമാൻഡിലേക്ക് പോകണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. അപർണ, ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ നൽകിയത്.